ടേസ്റ്റ് വേണം, ഹെൽത്തി ആകണം, അതുപോലെ ഈസിയുമായിരിക്കണം. അങ്ങനെയെല്ലാം ഒത്തിണങ്ങിയ ആവിയിൽ വേവിക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി. അത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അത്തരമൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടരിഞ്ഞ് മിക്സിയുടെ ജാറിൽ ഇടണം. കേടുവന്ന ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞപ്പോൾ എനിക്ക് 1.5 നേന്ത്രപ്പഴമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങയിൽ നിന്ന് പകുതി ജാറിലേക്ക് ഇടുക. ബാക്കി തേങ്ങ പിന്നീട് ഉപയോഗിക്കാനാണ്. തേങ്ങ ഇട്ടതിന് ശേഷം 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ക്യാരറ്റ് ഇട്ടതിന് ശേഷം 2 ഏലക്കായുടെ കുരു, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനിയും അരച്ച ഈ കൂട്ട് ഒരു പാനിലേക്ക് ഒഴിക്കണം. പാനിൽ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ചൂടായ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം മിക്സ് ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇളക്കുക. നേന്ത്രപ്പഴം നമ്മൾ പുഴുങ്ങിയെടുക്കുന്നില്ല, അതുപോലെ അരിപ്പൊടി വാട്ടി കുഴയ്ക്കുന്നില്ല. അതിനു പകരം ഇങ്ങനെ പാനിലാണിത് കുഴച്ചെടുക്കുന്നത്. ഈ നേന്ത്രപ്പഴം കൂട്ടിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇടുക. അതുപോലെ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയതും ഗ്രേറ്റഡ് ക്യാരറ്റ്, ഇതെല്ലാം കൂടെ ഇട്ട് വീണ്ടും 1 മിനിറ്റ് ഇളക്കിയിട്ട് നന്നായി യോജിപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനിയും ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റണം. എല്ലാം കൂടി ചേർന്ന് നല്ല സോഫ്റ്റ് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം 15 മിനിറ്റ് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. എല്ലാം വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇത് ആവിയിൽ വെക്കുന്നതിന് മുമ്പ് ഈ മാവിൻ്റെ കൂടെ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കുഴച്ചെടുത്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അല്ലെങ്കിൽ ഈ മാവ് തന്നെ കോഴിക്കട്ട പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മധുരവും ഫില്ല് ചെയ്തെടുക്കാം. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക്സ് പ്രശ്നമുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം. ക്യാരറ്റും ഏത്തപ്പഴവും അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി പലഹാരം. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയാണോ ഈ പലഹാരം ഉണ്ടാക്കാറുള്ളത്? കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ.